കളമശ്ശേരി മൂലേപ്പാടത്ത് മഴവെള്ളം കയറിയുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി. കഴിഞ്ഞ മഴയത്ത് മൂലേപ്പാടത്തുണ്ടായ വെള്ളക്കെട്ടിൽ 40ഓളം കുടുംബങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ഈ ദുരിതത്തിൽ നിന്ന് കരകയറാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് ഉചിതമായ പരിഹാരം കണ്ടെത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് ചാലയിൽ. കഴിഞ്ഞ മഴയത്ത് കളമശ്ശേരി മൂലേപ്പാടത്തുണ്ടായ വെള്ളക്കെട്ടിലാണ് 40ലധികം വരുന്ന വീടുകളിലേക്ക് വെള്ളം കയറുകയും അവരുടെ വീട്ടുപകരണങ്ങളും നിത്യോപയോഗ സാധനങ്ങളും അടക്കം നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ച അവസ്ഥയിലായത്. കാലങ്ങളായി മൂലേപ്പാടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നഗരസഭ ചെലവഴിച്ചുവെന്ന് പറയുമ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ദുരിതത്തിൽ നിന്ന് കരകയറാനായിട്ടില്ലെന്നാണ് SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആരോപണം. ഏതാണ്ട് 40ലധികം വീടുകളിൽ വെള്ളം കയറുകയും ആ വീട്ടുകാരുടെ നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം നിത്യോപയോഗ സാധനങ്ങളടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കളമശ്ശേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതികൾക്കായി ഏതാണ്ട് 1 കോടി രൂപയോളം അടുത്തു വരുന്ന തുക ചിലവഴിക്കുന്നുണ്ട് എങ്കിലും അത് കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കളമശ്ശേരി മുനിസിപ്പാലിറ്റി മഴക്കാല ശുചീകരണം വേണ്ട രീതിയിൽ നടത്താത്തതുമൂലം മഴവെള്ളം കയറിയുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അധികാരികൾ ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് SDPI കളമശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് ചാലയിൽ ആവശ്യപ്പെട്ടു. മൂലേപ്പാടത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം വെള്ളക്കെട്ടിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിച്ചിട്ടില്ല. അതിന് തക്കതായ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കളമശ്ശേരിയിലെ അതിൻ്റെ നേതൃത്വങ്ങൾ ഈ വെള്ളക്കെട്ട് മാറിയതിന് ശേഷം അവിടെ ചെല്ലുകയും അവിടുത്തെ ജനങ്ങളുമായി അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും അവർക്ക് അവർ പരിഹാരം കാണുമെന്ന് അവർ പ്രതീക്ഷിച്ച അവിടുത്തെ വാർഡ് കൗൺസിലർ അടക്കം അതല്ലെങ്കിൽ നമ്മുടെ കളമശ്ശേരിയുടെ MLA വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ P. രാജീവ് ഇവരെല്ലാവരും ഈ വെള്ളക്കെട്ട് മാറിയ സമയത്ത് തന്നെ അവിടെ എത്തി പത്രമാധ്യമങ്ങളിലെല്ലാം നിരവധി വാർത്തകൾ വന്നു. എന്നാലും വെള്ളം കയറി വീടുകളിൽ ഇത്തരം നാശനഷ്ടങ്ങൾ സംഭവിച്ച ആർക്കും തന്നെ ഒരു ഉപകാരപ്രദമായ രീതിയിൽ ഒരു ഗുണവും ചെയ്യാൻ ഇവർ ഉണ്ടായില്ല എന്നുള്ള വളരെ വിഷമത്തോടു കൂടി ആ പരിസരവാസികൾ നമ്മോട് പറയുന്നു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് ചാലയിൽ, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് റഫീഖ് വിടാക്കുഴ, സെക്രട്ടറി റഫീഖ് കെ, കമ്മിറ്റി അംഗം അലിയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്